ഒരു കുട്ടിക്ക് എഡ്യൂക്കേഷന്റെ കൂടെ തന്നെ വേണ്ടതാണ് ചില കാര്യങ്ങൾ. എന്തൊക്കെയാണത്? ഒന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, വീട്ടുകാരോട് സമൂഹത്തോടും ഇടപഴകാനുള്ള ഓരോരുത്തരുടെയും ഒരു മനോവികാസം, ഫ്രീ ആയിട്ട് ആളുകളോട് ഇടപഴകാനുള്ള, കോംപ്ലക്സുകളില്ലാതെ ഇടപഴകാനുള്ള ഒരു സ്വഭാവം. ഞാൻ പറഞ്ഞത് മനസ്സിലാവേണ്ട പറയില്ല. പല കുട്ടികളും ഇന്ന് സമൂഹത്തോടും വീട്ടുകാരോടും ഇടപഴകാതെ ഒരു തരം ഇൻട്രോവേർട്ടഡ് ആയിട്ട് ഉൾവലിഞ്ഞ് ജീവിക്കുന്നവരുണ്ട്. നമ്മൾ പറയും അത് അവന്റെ നേച്ചർ, അവളുടെ നേച്ചറാണ്, അവൾ ആരോടും അങ്ങനെ മിണ്ടാറില്ല എന്നൊക്കെ. ഇനിയിപ്പോ ഇടപഴകുന്നവരാണെങ്കിലോ ഓവർ ഇടപഴകി എവിടെയാ കൺട്രോൾ ചെയ്യേണ്ടതെന്ന് അറിയാതെ അപകടത്തിലാവുന്ന കുട്ടികളുണ്ട്. ഉണ്ടോ? പറയൂ. ബന്ധങ്ങളൊക്കെ വഴിവിട്ടുപോയി പിന്നീട് ദുഃഖിക്കുന്ന, ഡിപ്രഷനിൽ പോകുന്ന കുട്ടികളുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഒരുപാട് ആമ്പിള്ളേരോട് ഇടപഴകി കഴിഞ്ഞാൽ അവരിവളെ മിസ്യൂസ് ചെയ്യും, വല്ല മോളിഷൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ ഡിപ്രഷനിൽ പോകുന്ന കുട്ടികളുണ്ടോ? നിങ്ങൾ സൊസൈറ്റിയിലേക്ക് നോക്കൂ നിങ്ങൾ. അപ്പൊ എവിടെ വരെ ഇടപഴകാം? ആരെയാണ് ശരിക്കും ഫ്രണ്ട്സ് ആയിട്ട് എടുക്കേണ്ടത്? ഇനി ഒരു ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ഒരാള്, നമ്മൾ പറയും ആള് വളരെ ഒരു റിസർവ്ഡ് ആളാണ്, അങ്ങനെ ആളുകളോടൊന്നും മിണ്ടാറില്ല. ആ സ്വഭാവം മാറ്റണ്ടേ? കാരണം നാളെ കല്യാണം കഴിച്ചാലും ഇവന് റിസർവ്ഡ് ആയി കഴിഞ്ഞാൽ ഇതൊരു ഭാരമായി തീരുക ബന്ധം. ആണോ? പറയൂ നിങ്ങൾ. അപ്പൊ ഇത്തരത്തിലുള്ളൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കുട്ടികളിൽ വേണ്ടേ? അതുപോലെ പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, അതായത് ഇപ്പം മാർക്കിന്റെ കാര്യത്തിൽ തന്നെ കുറയുക, കൂടുക, ഇത്തരം കാര്യങ്ങളിൽ ഒരു വിഷമം വരുമ്പോൾ അതിനെ ഓവർകം ചെയ്യാനുള്ളൊരു സ്ട്രെങ്ത് വേണ്ടേ? വേണോ വേണ്ടയോ? വേണം. അതുപോലെ തന്നെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനുള്ളൊരു സഹായം ചെയ്യാനുള്ളൊരു വിശാലത വേണ്ടേ? വേണോ? ഇങ്ങനെ പല കാര്യങ്ങളിലും കുട്ടികളിൽ അഡീഷണൽ നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. എന്താണ് ചെയ്യേണ്ടത്? അവിടെയാണ് ഭാരത ഋഷിവര്യന്മാര് നമുക്ക് തന്നിരിക്കുന്ന ഒരു വിദ്യാഭ്യാസമാണ്. അതിനെ പറയുന്ന പേരാണ് അധ്യാത്മവിദ്യ. എന്താണ്? അല്ലെങ്കിൽ ബ്രഹ്മവിദ്യ. ബ്രഹ്മവിദ്യ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ബ്രഹ്മം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വിചാരിക്കുന്ന അങ്ങ് ആകാശത്ത് കിടക്കുന്ന ഒരു സാധനമാണ്. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ തന്നെ ബൃഹത്ത്, എക്സ്പാൻഷൻ എന്നാണ്. ബ്രഹ്മം എന്ന വാക്കിന്, ആ വാക്ക് തന്നെ നോക്ക്, സംസ്കൃതത്തിൽ ബൃഹത്ത് എന്നൊരു വാക്കുണ്ട്. ബൃഹത്ത് എന്ന് പറഞ്ഞാൽ, ബൃഹത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ബൃഹത്തായ പദ്ധതി എന്ന് പറഞ്ഞാൽ വലിയത് എന്ന അർത്ഥത്തിൽ നമ്മൾ ബൃഹത്ത് എന്ന് പറയാറുണ്ട്. ഉണ്ടോ? അപ്പൊ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഒരാളെ കൂടെ വന്നില്ല. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ആകാശത്തിലോ അല്ലെങ്കിൽ എവിടെയോ ഇരിക്കുന്ന ഒരു കാര്യം നല്ല അർത്ഥം. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഒരാളെ വികസിപ്പിക്കുന്ന വിദ്യയുടെ പേരാണ്. കൂടെ വന്നില്ല നിങ്ങൾ. ബ്രഹ്മം എന്ന വാക്കിന്റെ ആദ്യം അർത്ഥം നമ്മൾ എടുക്കുക. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ബൃഹത്വാദ് ബ്രഹ്മം. എന്താണ്? ബൃഹത്വാദ്. ബൃഹത്ത് എന്ന് പറഞ്ഞാൽ വലുതാക്കുക. അപ്പൊ അതിനർത്ഥം എന്താണ്? ഒരാളെ വലുതാക്കുന്നതാണ്. തീറ്റി വലുതാക്കലാണോ? ആണോ? വണ്ണം വെപ്പിക്കലാണോ? അല്ല. മനസ്സിനെ വികസിപ്പിക്കുന്ന വിദ്യയുടെ പേരാണ് ബ്രഹ്മവിദ്യ. അപ്പൊ അത് കുട്ടികൾക്ക് വേണ്ടേ? വേണോ വേണ്ടയോ? ഇതിന്റെ മറ്റൊരു പേരാണ് അധ്യാത്മവിദ്യ. വിദ്യ എന്താണ്? അധ്യാത്മവിദ്യ വിദ്യാനാം. വിദ്യകളിൽ വെച്ച് സർവശ്രേഷ്ഠമായ വിദ്യയാണ് ഏത്? അധ്യാത്മവിദ്യ. അപ്പൊ ഈ അധ്യാത്മം എന്നത് ശ്രദ്ധിക്കുക, നമ്മുടെ ഹിന്ദുക്കളെ ഇതൊന്നും ആരും പഠിപ്പിച്ചില്ല. അപ്പൊ നിങ്ങളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അധ്യാത്മം എന്ന് പറയുന്നത് ഏതോ ദൈവത്തിനെ തൊഴുതു പോകലല്ല. അതാണ് ഹിന്ദുവിനെ പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധവും. ഈ തൊഴുതു പോയാൽ ദൈവം നോക്കും. ഒരു ദൈവത്തിനും ഒരാളുടെ സ്വഭാവ സ്ട്രക്ചറിനെ മാറ്റിയെടുക്കാൻ സാധ്യല്ല. അപ്പൊ നമ്മൾ ഗീതയൊക്കെ പഠിച്ചിരുന്നെങ്കിൽ, അധ്യാത്മവിദ്യയുടെ അടിസ്ഥാന ഒരു ഗ്രന്ഥമാണ് ഏത്? ഭഗവത്ഗീത. അപ്പൊ അവിടെ ഗീതയിൽ 8-ാം അധ്യായത്തില് 3-ാമത്തെ ശ്ലോകത്തിൽ അധ്യാത്മവിദ്യ എന്താന്ന് പറയുന്നുണ്ട് കൃഷ്ണൻ. ഈ ഗീത നിങ്ങളെല്ലാം കുട്ടികളെ പഠിപ്പിക്കണം. അപ്പൊ അധ്യാത്മവിദ്യ എന്നതിന് ഗീതയിൽ 8-ാം അധ്യായത്തിൽ 3-ാം ശ്ലോകത്തിൽ പറയും. എന്താണ് അവിടെ പറയാ? സ്വഭാവോ അധ്യാത്മമുച്യതേ. അക്ഷരം പരമം ബ്രഹ്മ. 8-ൽ പറയും അക്ഷരം. സോറി, ഞാൻ 3 ആണല്ലോ ആദ്യം പറഞ്ഞത്.
അക്ഷരം പരമം ബ്രഹ്മ സ്വഭാവോ അധ്യാത്മമുച്ചതി. അത് അടിവരയില്ല. സ്വഭാവോ അധ്യാത്മം. അപ്പൊ സ്വഭാവം എവിടെ ഇരിക്കുന്നത്? കണ്ണിലോ മൂക്കിലോ ആണോ? എവിടെയാണ്? സ്വഭാവം ശരിയില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ശരിയില്ല എന്നുള്ളതാണ്. ഒരാളുടെ സ്വഭാവം എവിടെയാണ് എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണിലോ മൂക്കിലോ വായിലാണോ സ്വഭാവം? സ്വഭാവം ശരിയല്ല എന്ന് പറഞ്ഞാൽ അർത്ഥം ആളുടെ എന്ത് ശരിയല്ല? നമ്മൾ സ്വഭാവം ശരിയില്ല പറഞ്ഞാൽ എന്താ ശരിയില്ല എന്ന് പറയാ? ഒരാളുടെ ബുദ്ധി ശരിയില്ല എന്നാണോ പറയാ? മനസ്സ് ശരിയില്ല, അത്രയേ ഉള്ളൂ. അപ്പൊ സ്വഭാവം എന്തുമായി ബന്ധപ്പെട്ട? മനസ്സുമായി ബന്ധപ്പെട്ട. അപ്പൊ മനസ്സുമായി ബന്ധപ്പെട്ട വിദ്യയുടെ പേരാണ് അധ്യാത്മവിദ്യ. അപ്പൊ ഇവിടെ വികസിപ്പിക്കേണ്ടതും ഏതിനെയാണ്? മനസ്സിനെയാണ്. അധ്യാത്മവിദ്യയാണോ വികസിപ്പിക്കേണ്ടത്? അധ്യാത്മവിദ്യ കൊണ്ട് ഇവിടെ വികസിപ്പിക്കേണ്ടത് മനുഷ്യന്റെ, നോക്കൂ, ഇത് ഏതെങ്കിലും ഒരു മതഗ്രന്ഥത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഇതാണ് ഹിന്ദു മതത്തിന്റെ മഹത്വം. അതുകൊണ്ടാണ് ഈ മതം സർവൈവ് ചെയ്തത്. കാരണം ഇവിടെ ദൈവത്തെക്കുറിച്ചല്ല പറഞ്ഞു തരുന്നത്. ഇവിടെ പറയുന്നത് അധ്യാത്മവിദ്യ എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കുറിച്ചുള്ള വിദ്യ എന്ന് പറഞ്ഞാൽ കാര്യം പാളിപ്പോയി. ഇവിടെ ദൈവം എന്നുള്ള ഒരു വാക്ക് ഉപയോഗിച്ചില്ല. ഇവിടെ പറഞ്ഞ സ്വഭാവോ അധ്യാത്മം ഉച്യതേ. എന്താ പറയൂ? അധ്യാത്മം. സ്വഭാവം എവിടെയാണ് ഒരാളുടെ? മനസ്സിൽ. അപ്പം മനസ്സിന്റെ വിദ്യയാണ് ഏത് വിദ്യ? അധ്യാത്മവിദ്യ. നമ്മുടെ നേരെയാക്കേണ്ടതും എന്താണ്? ഒരാളുടെ മനസ്സിനെയാണ് നമുക്ക് നേരെയാക്കേണ്ടത്. അപ്പൊ മനസ്സിനെ നേരെയാക്കാനുള്ള ബുക്കാണ്, വിദ്യയാണ് അധ്യാത്മവിദ്യ. അതിനാണ് നമ്മൾ ഗീതയൊക്കെ പഠിക്കുന്നത്. അപ്പൊ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. അപ്പൊ ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്നത് അധ്യാത്മം എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സിന്. സ്വഭാവോ അധ്യാത്മം ഉച്ചത്. ഇതൊക്കെ എഴുതി വെക്കണം നിങ്ങൾ. അപ്പൊ നമ്മുടെ ഈ ജന്മത്തിനൊരു മഹത്വം ഉണ്ടാവുന്നത് എപ്പോഴാണ്? ഭാഗവതത്തിൽ 20-17 ഭാഗവതത്തില് കൃഷ്ണൻ വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഒരു ഹിന്ദുവിന്റെ ധർമ്മം എന്താണ്. നമ്മൾ ഹിന്ദുവാണോ? നമ്മുടെ ധർമ്മം എന്താണ്? നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു തന്നിട്ട്. ഒന്നുകിൽ കൃഷ്ണൻ പറഞ്ഞത് അനുസരിക്കാം, അല്ലെങ്കിൽ നമുക്ക് തോന്നിയതുപോലെ ജീവിക്കാം. എന്നെ സംബന്ധിച്ച് ഞാൻ ഇതൊക്കെ വലിയ വാക്കുകളായി കാണുന്ന ആളാണ്. അപ്പൊ ഇവിടെ അധ്യാത്മവിദ്യ എന്ന് പറഞ്ഞാൽ മനസ്സിനെ ഉയർത്തുന്ന, വികസിപ്പിക്കുന്ന ബ്രഹ്മവിദ്യ. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ മറക്കുന്നു നിങ്ങൾ. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ബൃഹത്ത്. ആ വാക്ക് മറക്കരുത്. എന്താണ്? അതായത് മനസ്സിനെ വികസിപ്പിക്കുന്ന വിദ്യയുടെ പേരാണ് ബ്രഹ്മവിദ്യ അഥവാ അധ്യാത്മവിദ്യ. ഇത് മനസ്സിന്റെ വിദ്യയാണ്. കാരണം അധ്യാത്മം എന്നാൽ സ്വഭാവോ അധ്യാത്മം ഉച്യതേ. ഗീതയിൽ കൃഷ്ണൻ അതാണ് പറഞ്ഞു തരുന്നത്. സ്വഭാവോ അധ്യാത്മം ഉച്യതേ. ഞാനിപ്പോ ഏത് ശ്ലോകം പറയുന്നത്? ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വേണം. ഞാൻ എൻ്റെ വാക്കല്ല പറയുന്നത്, സാക്ഷാൽ കൃഷ്ണൻ പറഞ്ഞതാ പറയുന്നത്. ഗീതയിൽ 8-3 ശ്ലോക പറയുന്നത് സ്വഭാവത്തെ വികസിപ്പിക്കുന്നതാണ്, പരിവർത്തനം വരുന്നതാണ് അധ്യാത്മ വിദ്യ. ഇപ്പൊ ഒരു ദൈവം നമുക്ക് ഫേവർ കാണിക്കുന്നതല്ല ഇത്. സ്വയം മനസ്സിനെ വികസിപ്പിച്ചെടുക്കുന്നതാണ്, ഉയർത്തിയെടുക്കുന്നതാണ്. നിൽക്കട്ടെ. ഇനി അധ്യാത്മവിദ്യ അത് നമ്മൾ പഠിക്കണമെങ്കിൽ എവിടെ നിന്ന് തുടങ്ങണം? അധ്യാത്മവിദ്യ അതിന്റെ ആരംഭം എന്താണ്? അപ്പൊ അതിന്റെ ആരംഭമാണ് നമുക്ക് പ്രധാനമായിട്ടും അതിന്റെ 3 കാര്യങ്ങളാണ്. 1 ശ്രദ്ധിക്കുക, കൃത്യനിഷ്ഠ. 2 അനുഷ്ഠാനം. 3 ശാസ്ത്രം. എന്തൊക്കെയാണ്? കൃത്യനിഷ്ഠ, അനുഷ്ഠാനം, ശാസ്ത്രം. എന്താണ് ഈ ശാസ്ത്രം? അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ മനസ്സെന്ന് പറയുന്നതിന് അനന്തമായ കഴിവും സാധ്യതകളുണ്ട്. നിങ്ങൾ കുട്ടികളോട് എപ്പോഴും പറഞ്ഞു കൊടുക്കേണ്ടതാണ്. 3 ദോഷങ്ങളെ മനുഷ്യർക്കുള്ളൂ. 3 ദോഷങ്ങളും 3 ദൗർബല്യങ്ങളാണ് മനുഷ്യർക്ക്. ഈ 3 ദോഷങ്ങൾ എന്ന് പറയുന്നത് മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുക, 2 മറ്റുള്ളവരുമായി മത്സരിക്കുക, 3 മറ്റുള്ളവരെ നോക്കി സ്വയം
ഒന്നുകിൽ അപകർഷതാബോധം, കോംപ്ലക്സ് എന്ന് പറയും, കോംപ്ലക്സിറ്റി. അൺനെസറിലി നമ്മൾ കോംപ്ലക്സുകളിലേക്ക് പോവുക. ഇത് നമ്മുടെ സമൂഹത്തിൽ കൂടി വരികയാണ്. ഏതൊക്കെ? കമ്പാരിസൺ, കോമ്പറ്റീഷൻ ആൻഡ് കോംപ്ലക്സിറ്റി. ഒന്ന് മറ്റുള്ളവരുമായിട്ട് മത്സരിക്കും. ഇപ്പം നിങ്ങളുടെ ഉള്ളിൽ അതാ ഉള്ളത്. ഈ കമ്പാരിസൺ ഉണ്ട്. കുട്ടികൾ പരീക്ഷയ്ക്ക് പോയി പരീക്ഷ റിസൾട്ട് വന്നാൽ ആദ്യം ചോദിക്കുന്നത് അവക്ക് എത്ര കിട്ടിയെന്നാണ്. ചോദിക്കുമോ? നിങ്ങൾ ചോദിക്കുമോ? അപ്പം അവിടെ തന്നെ നിങ്ങൾ കമ്പാരിസൺ ചെയ്തു. ഉണ്ടോ? അവളെ പോലെ പഠിക്കണം, ഇവളെ കണ്ട് പഠിക്കണം, മറ്റവനെ കണ്ടു പഠിക്കണം പറയില്ലേ നിങ്ങളാരും? ഇതൊന്നും മിണ്ടാത്ത നിങ്ങൾ പറയുമോ? മഹാദ്രോഹികളാണ് അങ്ങനെയുള്ളവർ. രണ്ടാമത്തതാണ് അനാവശ്യ കോമ്പറ്റീഷൻ. സ്വയം നന്നാവാനല്ല നോക്കുന്നത്, മറ്റുള്ളവരെ തോൽപ്പിക്കുന്ന ഒരു അതപ്പതിച്ച സംസ്കാരം. 3 ദോഷങ്ങൾ എന്തൊക്കെയാണ്? താരതമ്യം ചെയ്യുക, അനാവശ്യ മത്സരം, പിന്നെ അനാവശ്യമായ ചില കോംപ്ലക്സുകൾ. കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ അപകർഷതാബോധങ്ങൾ. എന്താ പറയുക? അപകർഷതാബോധം. ഇതൊന്ന് കുട്ടികളിൽ കൂടി വരികയാണ്. സൗന്ദര്യം ഇല്ല, അതില്ല, ഇതില്ല, മറ്റതില്ല, ഇതിങ്ങനെ കല്യാണം നടക്കുന്നില്ല, കുഞ്ഞുണ്ടാവുന്നില്ല. ഈ തരത്തിലുള്ള അപകർഷതാബോധം നമ്മുടെ കുട്ടികളിലുണ്ടോ? കൂടി വരികയാണോ കുറവാണോ? കൂടി വരികയാണ്. അപ്പൊ ഇതിനെ മറികടക്കണ്ടേ? പറയൂ. ഇപ്പൊ 3 ദോഷങ്ങളുണ്ട്, പിന്നെ 3 ശത്രുക്കളുണ്ട്. അതേതാണ്? അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആലസ്യം, അതുപോലെ അസ്വസ്ഥത, പിന്നീട് ആലസ്യം, അസ്വസ്ഥത, അവിവേകം. ആലസ്യം എന്ന് പറഞ്ഞാൽ അമിതമായി ഉറങ്ങി, അല്ലെങ്കിൽ ഒരു ഊർജമില്ലാതെ ജീവിക്കുക, അല്ലെങ്കിൽ മനസ്സ് വളരെ, പറഞ്ഞല്ലോ, പലതിലേക്കും ശ്രദ്ധ, ഒന്നിലും ഏകാഗ്രത ഇല്ലായി, അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമം വരുമ്പോഴേക്കും എടുത്തു ചാടി എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെയൊക്കെയുള്ള സ്വഭാവങ്ങൾ. ഇതൊരു ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ 3 എന്താ പറഞ്ഞത്? ദോഷങ്ങൾ. ഇത് പാപങ്ങളാണ് ഈ 3. ഒരാളെ തകർക്കുന്നത് ഈ സാധനമാണ്. ഏതൊക്കെ? ആലസ്യം തകർക്കും, അസ്വസ്ഥതകൾ തകർക്കും, അവിവേക പ്രവൃത്തികൾ തകർക്കും, എടുത്തുചാട്ടം. അവിവേകം എന്ന് പറഞ്ഞാൽ എന്താ? എടുത്തുചാട്ടങ്ങൾ. അതായത് മേലും കീഴും നോക്കാതെ, മുന്നിലും പിന്നിലും നോക്കാതെ എടുത്തു ചാടി ചെയ്യുന്ന ഓരോരോ പ്രവൃത്തികൾ ആണോ? ഇതൊക്കെ ഉണ്ടോന്ന്? ഉണ്ട്. അപ്പൊ ഇതൊക്കെ എങ്ങനെ മറികടക്കാം? അതിനാണ് കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും ശാസ്ത്രവും. ശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം, ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഒരു സെൽഫ് കൗൺസിലിംഗ് ആണ്. അപ്പൊ അതിന് ചില ശ്ലോകങ്ങളൊക്കെ കുട്ടികളെ നിങ്ങൾ ഓർമ്മിപ്പിക്കണം. ഞാൻ അതിലേക്ക് കടക്കുന്നത്. ഒരു കുട്ടിയെ ആദ്യം ഓർമ്മിപ്പിക്കേണ്ട ശ്ലോകം, ഞാൻ ചില ശ്ലോകങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരും. 2:28 2-ാം അധ്യായം ഗീത എടുക്ക്. അതിൽ 28-ാം ശ്ലോകം. ഇപ്പൊ കൃഷ്ണൻ പറയുന്നത് നമ്മൾ അനുസരിക്കണേ. ഞാനത് പറഞ്ഞപ്പോ ആ ശ്ലോകം പറയാതെ പോയി. നിൽക്കട്ടെ, എന്ത് നിൽക്കട്ടെ, ഈ 2 നിൽക്കട്ടെ. നമ്മൾ പറഞ്ഞത് എത്രയായിരുന്നു നേരത്തെ? ഞാൻ നേരത്തെ ഭാഗവതത്തിൽ പറഞ്ഞത് ഒരു 17-ാം ശ്ലോകം പറഞ്ഞില്ലേ? 20-17 പറഞ്ഞു. ഞാൻ ശ്ലോകം പറഞ്ഞില്ല, ഞാൻ ആ ഭാഗവതത്തിൽ പറഞ്ഞല്ലോ. 20-17 20 ചാപ്റ്ററിൽ 17. നിർദേഹമാദ്യം സുലഭം സുദുർലഭം. കിട്ടിയില്ലേ? 11-ൽ 20 അതിൽ 17-ാം ശ്ലോകം. നിർദേഹമാദ്യം സുലഭം സുദുർലഭം പ്ലവം സുകൽപ്പം കുരുകർണതാരം മയാനുകൂലേന നപസ്വതേരിതം പുമാൻ ഭവാബ്ധിം നരേത് സ ആത്മഹ. എന്താ ഈ പറയുന്നത്? നമുക്ക് നിർദേഹം, മനുഷ്യദേഹം ഇവിടെ കിട്ടിയിട്ടുണ്ട്. എന്ത് കിട്ടിയിട്ടുണ്ട്? നിർദേഹം. ഈ മനുഷ്യദേഹം വളരെ പ്രയാസമാണത് കിട്ടാൻ. ഇതുപോലെ എല്ലാം ഒത്തിണങ്ങി കിട്ടാൻ, എല്ലാം അനുയോജ്യമായി കിട്ടാൻ. മനുഷ്യ ശരീരം കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവില്ലായിരിക്കും, പക്ഷെ ഒരു സംസ്കാരമുള്ള ഒരു മണ്ണിൽ ജന്മം കിട്ടാൻ
വല്ല ആഫ്രിക്കയിലോ അല്ലെങ്കിൽ വല്ല ദക്ഷിണാഫ്രിക്കയിലോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ജനിച്ചതെങ്കിൽ കാടന്മാരായിട്ട് ജീവിക്കേണ്ടി വരും. വല്ല യൂറോപ്യൻ രാജ്യങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ട്രൗസർ ഇട്ടിട്ട് ബർമൂഡയിട്ട് തെക്കും വടക്കും പാട്ടും പാടി നടക്കേണ്ടിയിരുന്നു, ഇല്ലേ? അപ്പൊ അവിടേക്കാണ് ജന്മം കിട്ടുന്നതെങ്കിൽ പകുതി തുണി കൊടുത്തിട്ട് കടത്തീരത്ത് കിടക്കേണ്ട ഗതികേടുണ്ടായിരുന്നു. ഈ ഉണക്കാടെന്ന് കുറേ സാധനം ഉണ്ടല്ലോ. നമ്മളൊക്കെ സാധാരണ ഈ കടൽ തീരത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഇന്ത്യൻ കടൽ തീരത്തൊക്കെ പെണ്ണുങ്ങൾ തുണി ഉണക്കാനാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ മനുഷ്യനെയാണ് ഉണക്കാട്. കാരണം അവരുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി ഒക്കെ കുറവായതുകൊണ്ട് അവർക്ക് കുറെ സ്കിൻ ഡിസീസുകൾ കൂടുതലാണ്. അപ്പൊ അവർ ഈ വെയിൽ കൊള്ളാൻ വേണ്ടി കടൽത്തീരത്ത് കിടക്കും. ഇവിടെയൊക്കെ ബീച്ചിൽ വന്ന് കിടക്കില്ലേ ആൾക്കാരൊക്കെ. നമുക്കതിന്റെ അവസ്ഥയില്ലേ. നമുക്ക് കണ്ടമാനം തൊലിക്കട്ടിയുള്ളതുകൊണ്ട് നമുക്ക് അവിടെ ഒന്നും പോയി കിടക്കേണ്ട ആവശ്യമില്ല. അപ്പോ ഇങ്ങനെ അവിടെയൊക്കെ ജനിച്ചതെങ്കിൽ ഈ ഉണക്കാട്ടതുപോലെ അവിടേക്ക് പോയി കിടക്കേണ്ടി വരും. എന്നാൽ ഈ ഭാരതത്തിൽ ഈ സംസ്കൃതിയിൽ ജന്മം കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യവുമാണ്. അത് എല്ലാവർക്കും കിട്ടുന്നതുമല്ല. ഹൃദയമാദ്യം സുലഭം സുദുർലഭം. ഇനി ഇങ്ങനെ ഒരു ജന്മം കിട്ടിയിട്ടോ പ്ലവം സുകൽപ്പം ഗുരുകർണധാരം. അവിടെയാണ് വിവേകം വേണ്ടത്. എനിക്ക് ഈ ജന്മത്തിൽ എൻ്റെ ജീവിതത്തെ ഉയർത്താൻ, കരുത്തുള്ളതാക്കാൻ, മരിക്കുന്നതിന് മുമ്പ് എനിക്ക് ശക്തിയും സന്തോഷവും നിറഞ്ഞ ഒരു ജീവിതം നേടാൻ, അതിന് ഗുരുക്കന്മാരുടെ അടുത്ത് പോയി ഈ അറിവ് നേടണം എന്ന് ആഗ്രഹിക്കുന്നവര് എന്നാഗ്രഹിച്ച് അതിനുവേണ്ടി മെനക്കെടുന്നവര് വളരെ കുറവാണ്. അപ്പൊ ഈ ഭാരതത്തിന്റെ സംസ്കൃതി നോക്കിക്കൊണ്ട് ഇവിടെ കുറെ ഗുരുക്കന്മാരുണ്ട്. ആ ഗുരുക്കന്മാര് ഇവിടെ ജീവിച്ച ജീവിതം, അവരൊക്കെ ജീവിതത്തിൽ കണ്ടെത്തിയ സത്യങ്ങൾ ഇതെനിക്ക് അറിയണം, അതിനോടൊരു താല്പര്യം വരാൻ ഉള്ള ഒരു മനസ്സുള്ളവര് കുറവാണോ കൂടുതലായിരിക്കുമോ? കുറവായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു സുകൃതികൾക്കേ അത് പറ്റുള്ളൂ. ഇപ്പൊ നോക്കൂ, ഈ പ്രദേശത്ത് ഇപ്പൊ ഇവിടെ ഒരു സപ്താഹം നടക്കുന്നുണ്ട്. ഇത് കേൾക്കണം, ഇതൊന്ന് പഠിക്കണം, ഇതൊന്ന് മനസ്സിലാക്കണം. അതിനൊരു സുകൃതം വേണ്ടേ? അത് കുറവാണ് പലർക്കും. അങ്ങനെ സുകൃതം ഉള്ള ആളുകൾ എന്ത് ചെയ്യണം? പ്ലവം സുകൽപ്പം ഗുരുകർണധാരം മയാനുകൂലേന നഭസ്വതേരിതം. എൻ്റെ അനുകൂലം, ഞാൻ എന്നൊരു സത്യത്തിലേക്ക്, ഞാൻ എന്നൊരു യാഥാർത്ഥ്യത്തിലേക്ക് ആരാണോ അവരുടെ മനസ്സിനെ ഉയർത്തിക്കൊണ്ടുവരാത്തത്, അതായത് എന്നിലേക്ക് ആരാണോ മനസ്സിനെ ഉയർത്തിക്കൊണ്ടുവരാത്തത്, പുമാൻ ഭവാബ്ദിം നതരേത്, ഈ ഭവാബ്ദിയെ, ഈ ദുഃഖസാഗരത്തെ, ജീവിത ദുരിതങ്ങളെ അവർക്കൊരിക്കലും കടക്കാൻ സാധ്യമല്ല. സ ആത്മഹ, അവര് ജീവിച്ചിരിക്കുമ്പോ തന്നെ ആത്മഹത്യ ചെയ്തതിന് തുല്യരാണ്. എന്ന് വെച്ചാൽ ചത്തതീനൊക്കുമേ അവര് മരിച്ചുപോയവരാണ്. അപ്പൊ നോക്കൂ, കൃഷ്ണൻ ഇവിടെ എന്താ പറയുന്നത്? ആരാണോ മയാനുകൂലേന നഭസ്സുതീര, ഞാൻ ആകുന്ന സത്യത്തിലേക്ക് ആരാണോ മനസ്സിനെ ഉയർത്താത്തത്, അവർ ഈ സാഗരം ഒരിക്കലും, ദുഃഖസാഗരം ഒരിക്കലും തരണം ചെയ്യില്ല. അപ്പൊ കൃഷ്ണൻ ഇവിടെ പറയുന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ദൈവം വന്ന് നിങ്ങളെ രക്ഷിക്കുന്നല്ല പറഞ്ഞത്. നിങ്ങൾ ദൈവീക ശക്തിയിലേക്ക് നിങ്ങൾ വേണം തരണം ചെയ്ത് നീന്തിക്കരകയറാൻ. അപ്പൊ പ്രയത്നിക്കേണ്ടത് ആരാണ്? പറയൂ, നമ്മളാണ്. ഒരു ദൈവവും നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ജീവിതം നേരെയാക്കും എന്നൊരിക്കലും, ഇത് കൃഷ്ണനാണ് ഉദ്ധവരോട് പറയുന്നത്. ഞാൻ നിന്റെ കാര്യങ്ങൾ നടത്തിത്തരാന്നല്ല. നീ വേണം ഉദ്ധവ പ്രയത്നിച്ച് എന്നിലേക്ക് കൂടെ വരുന്നില്ലേ നിങ്ങൾ? മയാനുകൂലേന നഭസ്വതേരിതം, ആരാണോ എന്നിലേക്ക് ഈ മനസ്സിനെ തുഴഞ്ഞു കൊണ്ടുവരാത്തത്, അല്ലെങ്കിൽ എന്നിലേക്ക് അടുപ്പിക്കാത്തത്, ആ വ്യക്തിക്കൊരിക്കലും ഭവാബ്ദിം ന തരേത്. തരേത് എന്ന് പറഞ്ഞാൽ തരണം ചെയ്യാൻ, ഈ ഭവസാഗരത്തെ തരണം ചെയ്യാൻ അവർക്ക്. അപ്പൊ കൃഷ്ണൻ ചെയ്തു കൊടുക്കാന്നല്ല പറഞ്ഞത്, ദൈവം സഹായിക്കാന്നല്ല പറഞ്ഞത്, അവനവൻ അതിനുവേണ്ടി പ്രയത്നിക്കണം. അപ്പൊ നമ്മൾ
അപ്പൊ ആ പ്രയത്നം എന്താണ്? അതാണ് ഈ പറഞ്ഞ മൂന്നെണ്ണം: കൃത്യനിഷ്ഠ, അനുഷ്ഠാനം, ശാസ്ത്രം. ദശമസ്കന്ധം 60-ൽ 60-ാം അധ്യായം 43. ഈ ശ്ലോകങ്ങളൊക്കെ നിങ്ങൾ ഇതൊക്കെ മാർക്ക് ചെയ്ത് കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കണം. നോക്കൂ, കൃഷ്ണൻ പറയുന്നത് 60-ൽ 43. അവിടെ പറയുന്നത് കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ? അതൊക്കെ ശ്ലോകമൊക്കെ നോക്കുന്നുണ്ടോ നിങ്ങൾ? അവിടെ പറയുന്നത് മാം പ്രാപ്യമാനിന്യപവർഗ സമ്പദം വാഞ്ചന്തിയെ സമ്പദ ഏവ സത്പതിം. 60-ാമത് അധ്യായം 54-ാമത് ശ്ലോകം. കിട്ടിയോ? 53-ാമത് ശ്ലോകം എന്താ പറയുന്നത്? മാം പ്രാപ്യമാനിന്യപവർഗ സമ്പദം വാഞ്ചന്തിയെ സമ്പദ ഏവ സത്പതിം തേ മന്ദഭാഗ്യ നിരയേപിയേ നണാം മാത്രാത്മകത്വാൽ നിരയസ്സു സംഗമ. ശ്രദ്ധിക്കൂ, നിങ്ങൾക്ക് സംസ്കൃത പരിചയമില്ലാത്തതുകൊണ്ട് അതിനെ മനസ്സിലാക്കണം. ഓരോ വാക്കുകൾ ശ്രദ്ധിക്കൂ. മാം പ്രാപ്യ, മാം പ്രാപ്യ പറയൂ എന്ന് പറഞ്ഞാൽ മാം എന്നെ, പ്രാപ്യ പ്രാപിക്കാൻ കഴിയുന്നവരാണ് നിങ്ങൾ എന്ന് വെച്ചാൽ എന്നിലേക്ക് നിങ്ങളെ ഉയർത്താൻ നിങ്ങൾക്ക് പറയൂ സാധിക്കുന്നവരാണ്. അപ്പൊ എന്നെ പ്രാപിക്കാൻ കഴിയുന്നവരാണെന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, എന്നെ പ്രാപിക്കാൻ പറ്റുന്നവരാണെന്ന് പറഞ്ഞാൽ എന്നിലേക്ക് നിങ്ങൾക്ക്, ഞാൻ നിങ്ങളെ പ്രാപിക്കില്ല, നിങ്ങൾ എന്നെ പ്രാപിക്കണം എന്ന് വെച്ചാൽ ഞാൻ നിങ്ങളെ പ്രാപിക്കുന്നല്ല കൃഷ്ണൻ പറഞ്ഞത്. മാം പ്രാപ്യ, മാം എന്നെ നിങ്ങൾ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എന്നിലേക്ക് എത്തിച്ചേരാൻ കൂടെ വരുന്നില്ല. എന്നിലേക്ക് എത്തിച്ചേരാൻ കഴിവുള്ളവരായ നിങ്ങള്, എന്നിലേക്ക് എത്തിച്ചേരാൻ കഴിവുള്ള നിങ്ങള് അതിന് ശ്രമിക്കാതെ വാഞ്ചതി, ഈ വാഞ്ചതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹിക്കുക. കുറെയൊക്കെ മലയാളം നിങ്ങൾക്ക് മലയാള ശബ്ദം ഒരു പരിചയമാണ് അത്, അല്ലേ? വാഞ്ചതി, ആഗ്രഹിക്കുക. എന്റെ അടുത്ത് വന്ന്, എങ്ങനെയുള്ള എന്റെ അടുത്ത്? ആ വാക്ക് ആദ്യം മറക്കരുത്, ഫസ്റ്റ് വാക്ക്. എന്നെ പ്രാപിക്കാൻ കഴിയുന്ന നിങ്ങൾ അതിന് ശ്രമിക്കാതെ എന്റെ മുന്നിൽ വന്ന് വാഞ്ചതി ആഗ്രഹിക്കുക, ചോദിക്കുക. എന്തൊക്കെയാണ്? സമ്പത്ത് എന്ന് പറഞ്ഞാൽ സമ്പത്ത്. സത്പതി, ഇവിടെ സത്പതി എന്ന് പറഞ്ഞാൽ നല്ല ഭർത്താവ് എന്ന് മാത്രമല്ല, നല്ലൊരു ജീവിതം, ഐശ്വര്യം. അപ്പൊ എനിക്ക് ഐശ്വര്യവും വേണം, നല്ല ഒരു ജീവിതം, കുടുംബ ജീവിതം വേണം എന്നൊക്കെ ആരാണോ എൻ്റെ അടുത്ത് വന്ന് ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചു പോകുന്നത്, അവരൊക്കെ മന്ദഭാഗ്യം എന്ന് പറഞ്ഞാൽ ഭാഗ്യം കെട്ടവരാണ് എന്ന് വെച്ചാൽ ഗതി പിടിക്കാത്തവരാണെന്ന്. എന്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്നവരൊക്കെ ഗുണം പിടിക്കുന്നല്ല കൃഷ്ണൻ എഴുതിയത്. എന്താ എഴുതിയിരിക്കുന്നത്? മന്ദഭാഗ്യ എന്ന് പറഞ്ഞാൽ ഭാഗ്യം കെട്ടവരാണ്. നിരയേ ബീന്ദ്രനാം. ഇത് നിരയത്തിൽ, ഇത് നരകത്തിലേക്കുള്ള പോക്കാണ് നിങ്ങൾക്ക്. നിങ്ങൾ ജീവിതം നരകമാക്കുകയാണ്. മാത്രാത്മകത്വാൽ നിരയസ്സു സംഗമം. മാത്രം എന്ന് പറഞ്ഞാൽ കുറച്ചു നേരത്തേക്കുള്ള സുഖത്തിന് വേണ്ടി ജീവിതം നരകമാക്കി തീർക്കുന്നവരാണ്. അപ്പൊ എന്താ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. എന്നെ പ്രാപിക്കാൻ സാധിക്കുന്ന നിങ്ങൾ അതിന് പ്രയത്നിക്കാതെ കേവലം എൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു പോകുന്നുവെങ്കിൽ അവരാരാണ്? അവര് ഭാഗ്യം കെട്ടവരാണ്. ഇനി പറയും, ഹിന്ദുക്കളിൽ ആരാ കൂടുതലുള്ളത്? ഭാഗ്യം കെട്ടവരാണ്. അപ്പൊ അമ്പലത്തിൽ പോയി തൊഴുതു പ്രാർത്ഥിക്കാനാണോ പറയുന്നത്? എന്നെ പ്രാപിക്കാൻ. അപ്പൊ എന്നെ പ്രാപിക്കണമെങ്കിൽ അതിന് നമ്മള് മനസ്സിനെ പടി 6 കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ, ഈ പടി കടക്കാനല്ലേ അവിടെ പോകുന്നത്. അതിന്റെ പേരാണ് പ്രാർത്ഥിക്കാനാണോ അമ്പലത്തിൽ പോകുന്നത്? നമ്മൾ പറഞ്ഞല്ലോ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ, എന്തിനു വേണ്ടിയിട്ട് അമ്പലത്തിൽ പോകുന്നത്? അതിനെന്താ മറ്റൊരു വാക്ക് നമ്മൾ പറഞ്ഞത്?
എന്ത് ചെയ്യാനാണ് പോകേണ്ടത്? പറയൂ, ഉറപ്പിച്ചു പറയൂ. എന്തിനു വേണ്ടിയിട്ട് നമ്മൾ നാമം ചൊല്ലുന്നതിന് മറ്റൊരു പേര് പറഞ്ഞല്ലോ, സാധന ചെയ്യാൻ. അമ്പലത്തിൽ പ്രാർത്ഥിക്കാനല്ല പോണ്ടത്, സാധന ചെയ്യാൻ. ഇതൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതില്ലേ? ഇപ്പൊ നമ്മൾ സത്യത്തിൽ കൃഷ്ണൻ പറഞ്ഞതിനൊക്കെ എഗെയിൻസ്റ്റ് അല്ലേ ജീവിക്കുന്നത്? പറയൂ നിങ്ങള്. ഞാനിതൊക്കെ മനസ്സിലാക്കിയപ്പോഴാണ് എനിക്ക് തിരിച്ചറിവ് വന്നത്. അതുകൊണ്ട് അന്ധമായി എവിടെയും തൊഴുതുപോയിട്ട് യാതൊരു, പറയൂ, ഒരു കാര്യം, ഒരമ്പലത്തിലും വെറുതെ തൊഴുതു പോരുത്. മനസ്സിലായില്ലേ? അവിടെ ഇരുന്ന് എന്ത് ചെയ്യണം? സാധന ചെയ്യണം, നാമം ചൊല്ലണം. അതൊരു ശീലമാക്കണം. അതാണ് കുട്ടികളെയൊക്കെ നാമം ചൊല്ലി പഠിപ്പിക്കണ്ടേ. ഈ 2 നാമങ്ങൾ അതാ നിങ്ങളോട് പറഞ്ഞത്, വിഷ്ണു സഹസ്രനാമവും. അതൊരു ശീലമാക്കി മാറ്റും. ഹിന്ദുക്കളെ ഇനിയെങ്കിലും രക്ഷപ്പെടുത്തണമെങ്കിൽ നമ്മളത് പ്രചരിപ്പിക്കണ്ടേ? വേണോ? അതിന് നിങ്ങളൊക്കെ ഒന്ന് മുന്നോട്ടിറങ്ങണം. ഒരു 10 പേരെങ്കിലും നിങ്ങൾ വിഷ്ണു സഹസ്രനാമം പഠിപ്പിക്കും, ലളിതാ സഹസ്രനാമം പഠിപ്പിക്കും തീരുമാനിച്ചാൽ അറ്റ്ലീസ്റ്റ് അത്രയും ആളുകളിലേക്കെങ്കിലും ഒരു നല്ല കാര്യം എത്തിക്കാൻ നമുക്ക് സാധിക്കും. മനസ്സിലാവുണ്ടോ? ഈ കാക്ക ഭാഗവതം കേൾക്കാൻ വന്നിരിക്കുകയാണ് തോന്നുന്നു, എന്റെ കാതിന്റെ അടുത്തിരുന്നിട്ട്. അപ്പോ ഇങ്ങനെ ഭാഗവതത്തിന്റെ മഹത്വം അതാണ്.